ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ഭയങ്കര സുഖം തന്നെയാണ് കേട്ടാ. അപ്പൊ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടാ ഞാൻ വന്നിട്ടുള്ളത്. ഞാനും ഏട്ടനും കൂടി ഒന്ന് കോഴിക്കോട് പോകാൻ വേണ്ടി നിൽക്കലാന്നേ. അപ്പൊ കോഴിക്കോട് പോകുന്ന ഒരു ലോങ് വീഡിയോ ഇടാന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പൊ പൊന്നു നല്ല ഉറക്കാന്ന് കേട്ടാ. ഓളെ നമ്മൾ വിളിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഓളെ നമുക്ക് കൂട്ടാനാകൂല. ചെറിയൊരു അത്യാവശ്യം ഉണ്ട്, അതിന് വേണ്ടി പോകുന്നതാന്നേ. പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ എന്താന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ ആർക്കും വിരോധം ഒന്നും തോന്നറ്. പോരാത്തന്നെ നമ്മൾ ട്രെയിനിലും കൂടിയാണ് പോകുന്നത്. തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊന്നുനെ കൂട്ടിയാൽ ശരിയാവൂല കേട്ടോ. അതുകൊണ്ടാണ് അവളെ കൂട്ടാത്തത്. അങ്ങനെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ച നമ്മള് ഇപ്പൊ സമയം 8:15 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകാന്ന് വിചാരിച്ചത് ഒരു 9:25 ട്രെയിനിനാണ് കേട്ടോ. അപ്പൊ അത് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്തായാലും 8:15 ആയിട്ടുണ്ട്. ഇനിയിപ്പോ തലശ്ശേരിയിൽ പോയിട്ട് വേണം നമുക്ക് ട്രെയിനിൽ കയറാനായിട്ട്. അപ്പൊ അത് കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. ഒരു 1.5 മണിക്കൂർ എടുക്കും എന്തായാലും തലശ്ശേരിയിൽ എത്താന്. അപ്പൊ എന്തായാലും പോകുന്ന വഴിക്ക് ചായ കുടിക്കാനൊന്നും നേരം ഇല്ലാത്തോണ്ട് തന്നെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നമ്മൾ രാവിലെ പോകുന്നുള്ളതുകൊണ്ട് തന്നെ അമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് ഇഡ്ഡലിയും ചട്നിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടേനു. എന്തായാലും നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടേനു. എണീക്കാനും കുറച്ച് ലേറ്റ് ആയിന്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഒരു സിനിമ ഇട്ടിട്ടുണ്ടേനു. അത് കണ്ട് തീരുമ്പോൾ തന്നെ ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ടേനു കേട്ടോ. അതുകൊണ്ടാണ് കിടക്കാൻ നേരം വൈകിയതും എണീക്കാൻ നേരം വൈകിയതും എല്ലാം ആയിപ്പോയത്. ഞാൻ എൻ്റെ ബാഗേനു കേട്ടോ ആദ്യം എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ നമുക്കൊരു ഫയലും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ടേനു. അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ ഈ ബാഗിലേക്ക് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ബാഗിൽ ആ ഒരു ഫയൽ കൊള്ളൂല കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ്റെ ബാഗിലേക്ക് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നത്. ചാർജറും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലോങ് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചാർജറും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഏട്ടൻ പോകേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ കുറേ നാളായി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വെറുതെ വീട്ടിലിരിക്കലാന്നല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ലോങ് വീഡിയോയും കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചും കൂടി കൊണ്ടാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോസ് ചെയ്തൂടെ എന്നുള്ളത്. അപ്പോൾ ചെയ്യാൻ ആഗ്രഹം ഇല്ലായിട്ടല്ല, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്ത് ശീലിച്ച് പോയതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് വീഡിയോനോട് അത്ര വലിയ താല്പര്യം ഇല്ല എന്നല്ല, എനിക്ക് ലോങ് വീഡിയോ എടുത്ത് അത്ര വലിയ പരിചയമില്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് 1-2 തവണ അങ്ങനെ മാത്രമേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതും വലിയ ശരിയൊന്നും അല്ല കേട്ടോ. ഇട്ടതിൻ്റെ എഡിറ്റ് ചെയ്ത രീതിയേ ശരിയല്ല. എന്തെന്നല്ലോ ആക്കിയിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോൻ്റെ കാര്യം എനിക്കറിയില്ല. എങ്ങനെയാകും, എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും, എങ്ങനെയെല്ലാം എഡിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതുവരെ അങ്ങനെ ഇടാത്തോണ്ടാണ്. അപ്പോൾ നമുക്ക് പറ്റും പോലെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരണം. പിന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളും ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സൺഡേ വ്ളോഗും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാട്ടോ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് സൺഡേ വ്ളോഗെല്ലാം ചെയ്തൂടെ, ഡെയിലി റുട്ടീനെല്ലാം ചെയ്തൂടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അതെല്ലാം ആയിട്ട് വരാട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയേരം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും എനിക്ക് ഞാൻ തുടങ്ങിയത് തൊട്ടുള്ള പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ യൂട്യൂബിൽ പറയാതിരിക്കാൻ വയ്യ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയതും തൊട്ട് എനിക്ക് ഒരാൾ എപ്പോഴും കമൻ്റ് ഇടലുണ്ട്. കാവ്യ പ്രകാശ് എന്നാണ് അതിൽ പേര് കാണിക്കുന്നത്. എന്നെക്കാളും മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും അറിയില്ല. ആരാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവരെൻ്റെ വീഡിയോ ഞാൻ എപ്പോൾ ഇടാൻ തുടങ്ങിയോ അന്നേരം തൊട്ട് ഈ നിമിഷം വരെ കമന്റ് ഇടുന്ന ആളാണ്. അതുകൊണ്ടാണ് അവരോടൊരു പ്രത്യേക നന്ദി അറിയിച്ചത്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവരെനിക്ക് യൂട്യൂബ് തുടങ്ങിയതും തൊട്ട് ഇതുവരെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവരോട് പ്രത്യേകിച്ചൊരു നന്ദി പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇരിട്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇരിട്ടി ടൗണ്. ബൈക്ക് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ വേഗം ബസ് സ്റ്റാൻഡ് പോയിട്ടാണ് കേട്ടോ ബസ് കയറിയത്. അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് വരൂല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇരിട്ടി. ഞാൻ ഇരിട്ടിയിലാണ് കണ്ണൂരാണെന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് കണ്ണൂരുള്ളതും ഇരിട്ടി ഭാഗത്തുള്ളവരും എല്ലാം ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. മെസ്സേജ് മാത്രമല്ല കമൻറ്റും ചെയ്യലുണ്ട്. പിന്നെ ഇരിട്ടി ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് മനസ്സിലായി. കാരണം അതിൽ ഒരുപാട് ഇരിട്ടിക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് എല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. പോകുന്നത് വരെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും ബൈക്കും കാറെല്ലാം
എല്ലാം എടുത്തതിന് ശേഷം ബസ്സിൽ ഇതുപോലെ യാത്ര ചെയ്യൽ ഭയങ്കര കുറവാന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3-4 പ്രാവശ്യം അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഏട്ടനും ഒരു ആഗ്രഹം ഉണ്ടേനും ബസ്സിൽ പോവാന്നുള്ളത്. അതുകൊണ്ടാണ് ബസ്സിൽ പോയത്. അല്ലെങ്കിൽ നമ്മൾ ബൈക്കോ കാറോ എടുത്തിട്ട് പിന്നെ പോകുന്നതേനും കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ, അപ്പോൾ ബസ് പോകുന്നത് തന്നെയാണ് നല്ലത്, ചിലവും കുറഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടാ, റെയിൽവേയിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം എനിക്ക് പരിചയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൈഡൽ വർക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് നിവേദിയും കൂടെ എപ്പോഴും റെയിൽവേയിലേനും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലമെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേങ്കിൽ ഒറ്റക്ക് അങ്ങനെ പോയിട്ട് ശീലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാനങ്ങനെ ഒറ്റക്ക് ഏടിയും അങ്ങനെ പോക്കില്ല. അച്ഛനും അമ്മയും ആയാലും പോലും പണ്ടേ എന്നെ ഒറ്റക്ക് അങ്ങനെ എന്നോട് പൊയ്ക്കോന്ന് പറയലുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഒറ്റക്ക് പോകാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അങ്ങനെ ഒറ്റക്ക് പോകാൻ. കല്യാണം കഴിഞ്ഞാലായാലും ഏട്ടൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ അങ്ങനെ എവിടെയും പോയിട്ടില്ല. ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോവലുണ്ട്, വളരെ ചുരുക്കം മാത്രമേ പോവലുള്ളൂ. അങ്ങനെ എപ്പോഴും അങ്ങനെ പോവലൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് എപ്പെങ്കിലും അങ്ങനെ പോയാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്തായാലും കൂടെ ഒരാൾ വേണമെന്നുള്ള കാര്യം നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്താണ് ഈ വീഡിയോ എടുക്കുന്നതെന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ടാവുക. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ മിസ്സാവുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും 9:25 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആടി എത്തിയാൽ അറിയാം എന്തായി എന്നുള്ളത്. അപ്പോൾ ഒരു ട്രെയിൻ പോകുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ട്രെയിനാണെന്നുള്ളത്. അപ്പോൾ നമ്മളെ ട്രെയിനല്ല, നമ്മളെ ട്രെയിൻ കുറച്ച് ഡിലേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സമാധാനമായി. നമ്മളാടി എത്തിയാലും തന്നെ ഈ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചു അതാണോ ട്രെയിൻ എന്നുള്ളത്. പക്ഷെ അതല്ല കേട്ടോ. ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു ഇതല്ല, അടുത്ത ട്രെയിനാണ് നമ്മളത് എന്നുള്ളത്. ഡിലേ ആയതുകൊണ്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ നല്ല തിരക്കിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ബസ് കയറിയതെല്ലാം തിരക്കിട്ടിട്ടാണ് ട്രെയിൻ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് മിസ്സായിട്ടുമില്ല. ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ കാണിച്ച ട്രെയിനാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രെയിൻ ആകാത്തത് എന്തുകൊണ്ടും മഹാഭാഗ്യമായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അമ്മ അതിൽ തിരക്കേനു കേട്ടോ, ഭയങ്കര തിരക്കേനു. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് മറ്റേ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനാണ് കേട്ടോ. നല്ല രസം ഉണ്ടാകും ഉള്ളിൽ കയറിയാൽ. സത്യം പറഞ്ഞാൽ മറ്റേ ട്രെയിൻ പോയതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഇല്ലേനും, കുറച്ച് ആൾക്കാർ മാത്രമേ കയറാനുള്ളേനു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടാനും ചാടാനും ഒന്നും നിന്നിട്ടില്ല. പതുക്കെയാണ് കേട്ടോ ട്രെയിനിലേക്ക് കയറിയത്. ഇരിക്കാനും സീറ്റ് കിട്ടിയിട്ടുണ്ടേനു. അപ്പൊ സാധാരണ മറ്റേ ട്രെയിൻ പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസം ഉണ്ടേനു. കാരണം നല്ല നീറ്റേനു. ഞാനും ഏട്ടനും കൂടി ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായത്. എൻ്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കാൻ സീറ്റ് ഉണ്ടേനും. പക്ഷേങ്കിൽ നമുക്ക് ഇതുപോലെ നെഞ്ചു വിടർത്തി ഇരിക്കാൻ പറ്റില്ലേനു. അതുകൊണ്ടായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ ടൈം കളഞ്ഞത്. നമുക്ക് ഏകദേശം കോഴിക്കോട് എത്താൻ ഒരു മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ആ 1 മണിക്കൂർ വരെ എന്തായാലും 1 മണിക്കൂർ പെട്ടെന്ന് പോകും. എന്നാലും കുറച്ച് സമയം ഞാൻ ഫോൺ നോക്കി. പിന്നെ ഒരുപാട് സമയം എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ വീഡിയോ എടുക്കേണ്ടതായതുകൊണ്ട് എൻ്റെ ഫോണിലെ ചാർജ് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വീഡിയോ എടുത്തു. പിന്നെ ഫോൺ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാനും ഏട്ടനും എഴുന്നേറ്റിനേനും. തിരക്കൊന്നുമില്ല, എന്നാലും കുറേ സമയം ഇരുന്നപ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നിയിട്ട് ഞാനും ഏട്ടനും എഴുന്നേറ്റ് നിന്നതാണ്. കോഴിക്കോട് ഇറങ്ങാനുള്ള ആളെല്ലാം എത്താനായതുകൊണ്ട് തന്നെ ഓടിച്ചാടി ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും അതെല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത്. ഇവർ കുറേ നേരം ആയാലും ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഓരോരോ ആളെല്ലാം നോക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നവരാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ കോഴിക്കോട് പോകുന്നതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ടു കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയുള്ളത് കോഴിക്കോടാണോ, കാണാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയുന്നുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യം ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മടങ്ങുന്നതായിരിക്കും. ഏടിയും പോകാനും ആക്കാനും ഒന്നുമില്ല, വേറെ ഏടിയും പോകാനില്ല. ഒന്നാമത് പൊന്നും അമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് പോയാൽ തന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും കറങ്ങാനോ ആക്കാനോ പോവുകയും. ഇപ്പം ഇവരാരും ഇല്ലല്ലോ, ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏടിയും പോകാനും ആക്കാനും ഒന്നും നിൽക്കൂല കേട്ടോ. നമ്മൾ പോയ കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ കാണുന്നവരെല്ലാം കാണാന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലും അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാനൊന്നും നിൽക്കൂല.
ഉണ്ടാവില്ല. അപ്പം നമ്മളോട് ഇങ്ങനെ പറയും, മെസ്സേജ് അയച്ച് പറയും നിങ്ങളെ ഇന്ന് കണ്ടിട്ടുണ്ടേനു എന്നെല്ലാം പറയും. അപ്പം ഞാൻ ചോദിക്കും കേട്ടോ, നിങ്ങൾക്ക് വന്ന് സംസാരിച്ചുകൂടെയും ചോദിക്കും. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് വന്ന് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമ്മളോട് സംസാരിച്ചാലും നമ്മൾ തിരിച്ച് നല്ലപോലെ സംസാരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ വേഗം നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ നടന്നു പോകുന്നത്. നമുക്ക് ബസ് കയറിയിട്ട് ഇനി ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഒരു പേഴ്സണൽ കാര്യത്തിനാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ പറയാൻ വയ്യാത്തോണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും ഏട്ടനും പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ്സിലേക്ക് കയറി കേട്ടോ. ഇതിപ്പോൾ ഒരേ വണ്ടിയിലുള്ള യാത്രയായിപ്പോയി. വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആകെ 2 ഇഡ്ഡലി മാത്രമേ തിന്നിട്ടുള്ളൂ കേട്ടോ. എനിക്കുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് മര്യാദയ്ക്ക് തിന്നാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് രാവിലെ ആണെങ്കിൽ എനിക്ക് തീരെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് എന്തെന്നാന്നുള്ളത് കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഒന്നാമത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പോവേണ്ട തിരക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ബസ് ഇറങ്ങിയ പാടന്നെ ഏട്ടൻ പിന്നെ ചായ വാങ്ങി തന്നിട്ടുണ്ടേനു. ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയതേനു. ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയോ അതോ കനത്തിൽ എന്തെങ്കിലും കഴിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം, എന്നിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് കനത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ റോളും ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റും വാങ്ങി നമ്മൾ നേരെ തിരിച്ചു കേട്ടാ. തിരിച്ച് ബസ്സിൽ കയറിയതാണ് ഇത്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ് ബസ് കയറിയിട്ടുള്ളത്. അപ്പം നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി ഭക്ഷണം കൂടി കഴിച്ചിട്ട് വേണം ഇനി ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ട്രെയിൻ ഇപ്പോൾ ഈ അടുത്ത ടൈമിലുണ്ടോ എന്ന് ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ടൈമിലെല്ലാം 2-3 ട്രെയിൻ ഉണ്ട്. എന്തായാലും നാട്ടിലേക്ക് പോകാൻ എന്തായാലും വൈകുമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിൻ കിട്ടുന്നതായിരിക്കും. കാരണം അടുപ്പിച്ച് തന്നെ 2-3 ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായി എത്തി എന്നെല്ലാം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊന്നൂസ് നമ്മളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലും കേട്ടോ, എന്തായി അവരുള്ളത് വരാനായോ എന്നെല്ലാം ഓള് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊന്നൂസിന് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഓളെ ഇപ്പോൾ വിളിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഓളെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഉള്ളത് എന്തിനാ ഉള്ളത് എന്നല്ലോ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഈ ട്രെയിനെല്ലാം നമുക്ക് കയറേണ്ട ട്രെയിൻ വേറെയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് എങ്ങനെയാ ബിരിയാണി കഴിക്കാണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. പക്ഷെ സത്യം പറയാലോ എനക്കോ ഏട്ടനും ഒട്ടും ഇഷ്ടമായിട്ടില്ല. എന്തോരം ബിരിയാണി കേട്ടോ. നമ്മൾ കയറിയ ഹോട്ടൽ മോശമായിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പീസും ചോറും എല്ലാം അങ്ങനെ ബാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ഞാൻ ഇതൊരു ലേസ് വാങ്ങി ഏട്ടനോട് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ പച്ചക്കളർ ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ട്രെയിൻ എത്തിയതിന് ശേഷം നമ്മൾ ഓടിച്ചാടി ട്രെയിനിൽ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓടിച്ചാടിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞു, എന്നാൽ മെല്ലിയ കയറിന്. ട്രെയിനിൽ കയറിയിട്ട് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ. കാരണം നമ്മൾ സീറ്റ് നോക്കിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ പോകുന്നതിൻ്റെ തൊട്ടിപ്പുറത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു, നമ്മളത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഏകദേശം ഒരു 10 മിനിറ്റേ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇരിക്കാൻ സീറ്റ് കിട്ടി. അതും വിൻഡോ സീറ്റ് തന്നെ കിട്ടി കേട്ടോ. വിൻഡോ സീറ്റ് എനിക്ക് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഒറ്റ സീറ്റായിട്ടുള്ളൊരു സീറ്റില്ല, ആ സീറ്റിലാണ് എനിക്ക് കിട്ടിയത്. ഏട്ടൻ തൊട്ട് അപ്പുറത്തെ സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ആടെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഏട്ടൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു എന്തോ ഒരു പോലെ തോന്നി കേട്ടോ. കാരണം അവരെല്ലാവരും ചിന്തിക്കൂലേ ഇവളെന്തിനാ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ മാത്രം എടുത്തു. അപ്പോൾ ഇരുന്നതിന് ശേഷം ഞാൻ പൊന്നുവിനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊന്നു ഓക്കെയാണ്. പൊന്നു കളിപ്പാട്ട് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്ക് വേറെ ഒരു കുഴപ്പമില്ല, അവള് നല്ല ഹാപ്പി തന്നെയാണ് കേട്ടോ. കാരണം അമ്മേൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഹാപ്പി തന്നെയാണ്. ഒരുപാട് ഷോട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഫോണ് ട്രെയിനിൽ ചാർജ് കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചാർജ് തീരാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോട്ടൊന്നും എടുത്തിട്ടില്ല ട്രെയിനിലേത്. ഇത് നമ്മൾ വന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ കയറാൻ വേണ്ടി ഓടുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനെല്ലാം പോകുന്ന എല്ലാം നോക്കിയിട്ട് ഒന്നാമത് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം ഞാനും ഏട്ടനും ആടെ ഇരുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ഒത്തിരി വയ്യാണ്ടായ സമയത്ത് ഞാനും ഏട്ടനും കുറച്ച് സമയം വെള്ളമെല്ലാം കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഏട്ടൻ എന്നോട് ചോദിക്കുന്നത് നീ ഇതെന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, ഇതെന്താ ഇങ്ങനെ തിരിച്ച് വീഡിയോ എടുക്കുന്നു എന്നെല്ലാം ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം
ഏട്ടൻ പറഞ്ഞ് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ബസ് വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇരിട്ടി ബസ് 2-3 ഉണ്ടായിരുന്നു. നമ്മൾ ഇരിക്കാൻ സീറ്റുള്ള നോക്കിയിട്ടാണ് ബസ് കയറിയത് കേട്ടോ. അതിനിടയിൽ ബസ്സിൽ മറ്റേ കടലയെല്ലാം വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതെല്ലാം വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു ഏട്ടാ കടല വാങ്ങിയാലോ എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് വേണ്ട എന്നുള്ളത്, ആ ബിരിയാണി തിന്നിട്ട് എന്തോ പോലെ ആകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടന് വേണ്ടാത്തതുകൊണ്ട് ഞാനും ആ സാധനം വാങ്ങാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മളെ വീഡിയോ പോകില്ല കേട്ടോ. നമുക്ക് കുറച്ച് സമയം കൂടി ഇനിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിലെ ചാർജ് ട്രെയിനിൽ കുത്തി വെച്ചെന്നേ ഉള്ളൂ. ട്രെയിനിൽ ചെറുതായിട്ട് ചാർജ് കയറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വീഡിയോ എടുക്കാനാവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാ നമ്മൾ ബസ്സിലേക്ക് പിന്നെയും എന്തോ മറ്റേ നാരങ്ങ മുട്ടായി എല്ലാം കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അതും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഏട്ടന് എന്തോ പോലെ ആകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും വാങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പം നമ്മളെ ബസ് ഏകദേശം എടുക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആടെ എത്തിയത് ഒരു 4:50 ആകുമ്പോൾ ആണ് ആടെ എത്തിയിട്ടുണ്ടായത്. 5 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബസ് എടുത്തിട്ടുണ്ട്. 5 മണി ആയരാണ് കേട്ടോ ബസ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇരുട്ടിയിൽ ഇനി ഏകദേശം ഒരു 6 മണി ആ ടൈം ആകുമ്പോൾ എന്തായാലും ഇരുട്ടിയിലേക്ക് എത്തുന്നതായിരിക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ 6 മണി 6:30 ആകാനാകുമ്പോഴത്തേന് എത്തുന്നതായിരിക്കും കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് എത്തുന്നത് വരെ കവർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലോങ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് മീൻസ് കമൻ്റ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെ വീഡിയോസ് ഇടാനും ഒക്കെ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഇതുപോലത്തെ സപ്പോർട്ട് ഇനി ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഞാൻ. നമ്മളെ വീഡിയോ ഏകദേശം ഇവിടെ തീരാനായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.